ഒരു ലോകത്തുള്ള ഏത് രാഷ്ട്രത്തുള്ള ആളിനും, ഏത് തലത്തിലുള്ള ആളിനും, ഏത് വിഭാഗത്തിൽ ചിന്തിക്കുന്ന ആളിനും എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. രജസ്വല എന്ന് പറയുന്ന ആ അവസ്ഥയിലുള്ള ആളുകൾക്കൊഴിച്ച് ബാക്കി സർവർക്കും ഭക്തി കൊണ്ട് ശബരിമലയിലെത്താം. അല്ല, അതിന്റെ ഒരു പ്രധാന കാര്യം അങ്ങ് പ്രണവവേദയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ, പ്രണവവേദയ്ക്കകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, അറിവിന്റെ കേന്ദ്രമായതുകൊണ്ട് അറിവിലേക്ക് ലയിക്കുന്നതിന് ഒരു ഭാവ വ്യത്യാസങ്ങൾക്കും ആവശ്യമില്ല, എല്ലാവർക്കും ലയിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ശബരിമല സമം അറിവ് എന്നാണ്. അതെ, അറിവാണ് പ്രതിഷ്ഠ. അതുകൊണ്ടാണ് അയ്യപ്പനും ശാസ്താവും ഒന്നാകുന്നത് അവിടെയാണ്. അയ്യനും അയ്യപ്പനും ശാസ്താവും എല്ലാം ഒന്നാകുന്നത് എങ്ങനെയാണ്? അറിവുള്ളവനും ദൈവമാണ്, അറിവും ദൈവമാണ്. അറിവ് എവിടെയാണ് പ്രകാശിക്കുന്നത് മോഹൻജി? ശരിയാ. അറിവ് നമ്മുടെ ചിത്തത്തിലാണ്, മനസ്സിലാണ് പ്രകാശിക്കുന്നത്. അല്ല, അറിവ് നമ്മുടെ ഉള്ളിലാണ് ഈ അറിവ് അനുഭവപ്പെടുന്നത്. ആ അറിവ് അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് മാളികപ്പുറത്തമ്മയാണ്. മാളികപ്പുറത്തമ്മ ലോകമാതാവാണ്. ലോകമാതാവ് ശ്രീ പാർവതിയാണ്, മീനാക്ഷിയാണ്. ഈ മീനാക്ഷി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പുറത്ത് മധുര മീനാക്ഷി അവിടെ ഇരിക്കുന്നത്.